കഴിഞ്ഞൊരു ദിവസം ഞാനൊരു വാർത്ത വായിച്ചു കേട്ടിരുന്നു. ഒരു 20 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. വിഷയം പ്രണയപരാജയം തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ 3-4 മാസങ്ങൾക്കിടയിൽ ഇതുപോലെ സമാനമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ വായിച്ചു കേട്ടു. ഇതിൽ സോഷ്യൽ മീഡിയ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ചിന്നുപാപ്പുവിന്റെ സൂയിസൈഡ് ന്യൂസും. അതിനുശേഷം അവരുടെ ഒരു സുഹൃത്തും ആത്മഹത്യ ചെയ്ത വാർത്തയും നമ്മൾ വായിച്ചു കേട്ടു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ബ്രേക്കപ്പ് മൂലം സൂയിസൈഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, അവരോട് പറയാനുള്ള ഒരു ചെറിയ കാര്യം എനിക്കിതാണ്. ഈ ലോകത്തില് പ്രണയത്തിൽ പരാജയപ്പെട്ട എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചവരാണ് എങ്കിൽ ഈ കാണുന്ന 90% ജനങ്ങളും ഇന്നിവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ പെയിനും എല്ലാ സങ്കടങ്ങളും അഡ്മയർ ചെയ്തുകൊണ്ട് തന്നെ പറയട്ടെ. എനിക്കറിയാം എന്തുമാത്രം വലിയൊരു സങ്കടക്കടലിലൂടെയാണ് നിങ്ങൾ ഈ കടന്നു പോകുന്നതെന്ന്. നിങ്ങൾ കരഞ്ഞു തളർന്നുറങ്ങിയിട്ടുള്ള നിങ്ങളുടെ രാത്രികളെ കുറിച്ചിട്ട് എനിക്കറിയാം. കണ്ണുനീര് കൊണ്ട് കുതിർന്നിട്ടുള്ള നിങ്ങളുടെ തലേണയെ കുറിച്ചിട്ടും എനിക്കറിയാം. നമ്മുടെ സ്ഫടികം സിനിമയിൽ കരമന സാറ് ലാലേട്ടനോട് പറയുന്ന ഒരു രംഗമുണ്ട്, ആർത്തിരമ്പുന്ന കടലിനും അതുപോലെ ശാന്തമാവാനും കഴിയണം. എനിക്കും അത് തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ ഈ ഉള്ളിലെ കടലെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. റസ്ലിനെ, ഇതൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നം മാത്രമാണ്. നിങ്ങളുടെ ഈ തലച്ചോറിലെ ഈ ഒരു ഹോർമോൺസും കെമിക്കൽസും ഒക്കെ ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു പെയിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ കടന്നു പോവുക എന്നുള്ളത് മാത്രമാണ്. ലോകത്തിൽ വിജയിച്ചിട്ടുള്ള പല ബിസിനസ്മാൻമാര്, പല സിനിമ നടന്മാര്, പല ആർട്ടിസ്റ്റുകൾ, ഇവരുടെയൊക്കെ ഹൃദയം ഒരിക്കൽ പലതുപോലെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.